ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കാണപ്പെടുന്ന ശംഖുമുഖം ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഈ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു സൺസെറ്റ് കാണാനായിട്ടാണ് ഒരുപാട് പേര് ഇവിടെ വരുന്നത്. അപ്പോൾ അവരതൊക്കെ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇതാ എൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് MI-8 എന്ന് പറയുന്ന പ്രതാപ് എന്ന പേരുള്ള ഒരു ഹെലികോപ്റ്ററാണ് കേട്ടോ, വ്യോമസേനയുടെ. അപ്പോൾ അതവരിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞപ്പോഴത്തേനും അവരിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. കാരണം നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ഇവിടുത്തെ നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഇവിടെ മത്സ്യകന്യകയുടെ ഒരു ശില്പം ഇവിടെ ഉണ്ട്, കാനായി കുഞ്ഞിരാമൻ നായരുടെയാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ കുറേ കൽമണ്ഡപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കൽമണ്ഡപങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈം അതിനൊക്കെ തന്നെ ഒരു വൈകുന്നേരം ഒക്കെയുള്ള ടൈമിങ്ങിലാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ കേട്ടോ. ആ ഒരു ടൈമാണ് ബീച്ചിലൊക്കെ വരേണ്ട ടൈമൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ്സൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കഴിക്കാം, അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല കാറ്റാണ്. ഒരു കടലിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റാണ്. ഇവിടെ വെച്ചാൽ ഷൂട്ടിങ്, പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടിങ്, അങ്ങനെ പല പല ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് പേര് എന്തിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഇവിടെ വന്നിട്ട് കൽമണ്ഡപത്തിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഷൂട്ടിങ്ങിൻ്റെ ആരെയും കണ്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് ക്രൈം കാണും എന്നുള്ള രീതിയിൽ വന്നേക്കാം. ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന മത്സ്യകന്യകയുടെ ഭീമാകാരമായ ശില്പം ഇത് പണിത് കാനായി കുഞ്ഞിരാമൻ നായരാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ ആ ബോർഡിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്, ലെങ്ത്, വിഡ്ത്ത് ഒക്കെ. ഇനി ഇതിന് പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ബീച്ചിൽ അവിടെ കയറുന്നതിനും പ്രവേശന ഫീസൊന്നുമില്ല, അതൊക്കെ ഫ്രീ ആണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ഈ വഴിയോര കാഴ്ചകളെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൂടാതെ ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കാര്യം അറിഞ്ഞത്. അതായത് കടലിൽ ഇറങ്ങാൻ പറ്റില്ല, കടലിൽ ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് അവർ ഫെൻസെല്ലാം വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കയറി പോകാനായിട്ട് കഴിയില്ല. എന്നിട്ടും കൂടി ഇതാ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ശംഖുമുഖം ബീച്ചിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് 2026 ജൂലൈ മാസത്തെ കണ്ടീഷൻ ഇതാണ്. നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവർ വേലി തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറി പോകാൻ സാധിക്കില്ല. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു, കുതിര സവാരി, ട്രെയിന്, ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡുണ്ട്, പിന്നെ കുറച്ച് വഴിയോര കച്ചവടക്കാരും ഉണ്ട്. ബീച്ചിലെ പണികളൊക്കെ തീരുമ്പോൾ ഇതൊരു വേറെ ലെവൽ ബീച്ചായി തീരും എന്ന് നമുക്ക് അനുമാനിക്കാം. ശ്രീ അനന്തപത്മനാഭൻ്റെ മതപരമായ ആറാട്ടുകടവെന്ന നിലയിൽ പേരുകേട്ട ഒരു ബീച്ചാണത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഫെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലും ഒന്നും നമുക്കറിയില്ലല്ലോ, കാരണം ഇവിടെ പണി നടക്കുകയാണ്, വന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നു, കടലൊക്കെ ഒന്ന് ദൂരേന്ന് നോക്കി കണ്ടു. So guys, I will come back with a new video. Hope you all fine and stay tuned.